Good morning to all. Today we are discussing quicksort. This algorithm follows divide and conquer approach. നിങ്ങൾ കേട്ടിരിക്കും ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതുപോലെ ഇവിടെയും തന്നിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സബ് ലിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ സബ് അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വീണ്ടും സബ് അറേസ് ആയിട്ട് വരും. എന്നിട്ട് സോർട്ടിംഗ് ഓപ്പറേഷൻ നടത്തുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സബ് അറേസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആ ഓപ്പറേഷൻ നടത്തുകയാണ്. അതുകൊണ്ടാണ് അതിനിവിടെ ഡിവൈഡ് ആൻഡ് കോങ്കർ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ കാരണം. ഡിവൈഡ് ആൻഡ് കോങ്കർ ഈസ് എ ടെക്നിക് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവ് ഈച്ച് സബ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ലിസ്റ്റിനെ സബ് ലിസ്റ്റുകളായിട്ട് സബ് അറേസായി ഡിവൈഡ് ചെയ്യും, വീണ്ടും അതിനെ സബ് അറേസായി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ആ ഒരു സോർട്ടിംഗ് ഓപ്പറേഷൻ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സോർട്ടിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോങ്കർ അപ്രോച്ച് വഴി ചെയ്യുന്നത്. റിസൾട്ട് ഈസ് ഒബ്റ്റെയിൻ. അതിന് ശേഷം കമ്പൈനിങ് ദീസ് സോർട്ട് സബ് പ്രോബ്ലം, ഈ സബ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞ് സോർട്ട് ചെയ്യും, ചെറിയ ചെറിയ സബ് ലിസ്റ്റുകളാക്കും. അതോടെ തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ ഓരോ ലിസ്റ്റും അവിടെ സോർട്ടിങ് ഓപ്പറേഷൻ നടത്തും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് അവസാനം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അൽഗോരിതമാണ് അടുത്ത് പറയുന്നത്. ആൻ അറേ ഡിവൈഡഡ് ഇൻ ടു സബ് അറേസ് ബൈ സെലക്ടിങ് എ പൈവോട്ട് എലമെൻറ്റ്. ഒരു പൈവോട്ട് ആദ്യം നമ്മൾ ഈ അറേ തന്ന അറയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് എലമെൻറ്റ് ഏതുവരെ, അല്ലെങ്കിൽ സെൻട്രൽ ഡിവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ 4th 6th ആയിട്ട് ഡിവൈഡ് ചെയ്യണോ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഏത് എലമെൻ്റ് പൊസിഷനിൽ നിന്നാണ് നമ്മൾ രണ്ടായിട്ട് സബ് അറേസായി ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പൈവോട്ട് എലമെൻ്റ് എടുക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളത് ഡിവൈഡ് ചെയ്യുക. Pivot element partitioned the array in such a way that elements less than pivot element are kept left side and elements greater than pivot are kept on right side. അത് നമ്മൾ ആ പൈവോട്ട് എലമെൻറ്റ് എടുക്കുക പറഞ്ഞു. ആ പൈവോട്ട് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം ആ പൈവോട്ട് എലമെൻറ്റിനേക്കാൾ ചെറിയതായിരിക്കും. അത് ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ വരില്ല. ലാസ്റ്റ് ആ സബ് അറേ നമ്മൾ അതിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് ലാസ്റ്റിൽ പൈവോട്ട് എലിമെൻറ്റ് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനിലാണ് വരിക. പിന്നീട് ആ എക്സാക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലെല്ലാം പൈവോട്ട് എലമെൻറ്റിൻ്റെക്കാളും ചെറിയ എലമെൻറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനേക്കാൾ വാല്യൂ കുറഞ്ഞതായിരിക്കും. റൈറ്റിലൊക്കെ വാല്യൂ കൂടിയ എലമെൻറ്റ്സും ആയിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ലെസ് ദാൻ ഒരു താഴോട്ട്, ഗ്രേറ്റർ ദാൻ റൈറ്റ് സൈഡിലേക്ക്, എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് അവിടെ. ലെഫ്റ്റ് ഹാൻഡ് സബ് അറേസ് ആർ ആൾസോ ഡിവൈഡഡ് ബൈ യൂസിങ് സെയിം അപ്രോച്ച്. വീണ്ടും നമ്മൾ അവിടെ തന്നെ ഇപ്പോൾ 20 എലമെൻ്റ് ഉണ്ടെങ്കിൽ 10 അല്ലെങ്കിൽ 12 8 ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആവണമെന്നില്ല കേട്ടോ. അതായത് വീണ്ടും നമ്മൾ ആ അപ്രോച്ചിനെ അവിടെ ചെയ്യും. ഇങ്ങനെ അത് സോർട്ടിംഗ് ഓപ്പറേഷൻ പ്രോബ്ലം എന്നുള്ള അത് സോൾവ് ചെയ്യും. ഫൈനലി സബ് അറേസ് ആർ കമ്പൈൻ ടു ഫോം ദ സോർട്ടഡ് അറേ. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈനലി അവസാനം ഇതെല്ലാം അപ്പോൾ നമുക്ക് അതിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള സോർട്ടർ ലിസ്റ്റ് ലഭിക്കുന്നതാണ്. എക്സാമ്പിളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോർട്ട് ദ ഗിവൺ അറേ ബൈ യൂസിങ് ക്വിക്ക് സോർട്ട്. അപ്പോൾ തന്നിട്ടുള്ള അറേയാണിത്. 2 4 6 8 10 10 എലമെൻറ്റ്സ് ഉണ്ട്. തന്നെ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. ഇങ്ങനെ ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കണം എന്നില്ല. നമ്മളൊരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഏതും എടുക്കാം. പക്ഷേ നല്ലത് ഇതിൻ്റെ ഒക്കെ ഒരു രണ്ടിനൊരു ഈക്വലായിട്ട് പാർട്ടീഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള എലമെൻ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഒരു 11 എന്നുള്ളതാണ്. കാരണം 1 3 2 അതുപോലെ തന്നെ ഇത്ര അതിൻ്റെ ഞാൻ പറഞ്ഞു അതിൽ 9 4 എലമെൻറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ വരും. കാരണം ആ പൈവോട്ട് എലമെൻറ്റിനേക്കാളും ചെറുതായിട്ട് ഇനി ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി അതിൻ്റെ ലെസ് വാല്യൂ ഉള്ള എലമെൻറ്റ്സ് ഒക്കെ ലെഫ്റ്റിൽ വരും, ഗ്രേറ്റർ എലമെൻറ്റ്സ് ഒക്കെ റൈറ്റിൽ വരും. എന്നിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസിയാണ്, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. അപ്പോൾ 11 എലമെൻറ്റ് ഞാൻ പറയാൻ കാരണം ഈ ലെഫ്റ്റ് മോസ്റ്റ് എലമെൻറ്റ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എടുത്തത് 11 എന്നാണ്. പിന്നെ നമ്മൾ വി ആർ സ്കാനിങ്. പിന്നെ നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് എലമെൻറ്റ് മുതൽ ആദ്യം ചെയ്യാൻ പോവുക റൈറ്റ് സൈഡിലേക്ക് സ്കാൻ ചെയ്യും. അതാണ് അടുത്ത പ്രോസസ്സ്. അതവിടെ സ്കാനിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ടു ഗെറ്റ് എലമെൻറ്റ്സ് ഗ്രേറ്റർ ദാൻ പൈവോട്ട് എലമെൻറ്റ്. നമ്മൾ പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഓരോ എലമെൻറ്റും നമ്മൾ പൈവോട്ട് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും.
ഗ്രേറ്റർ എലമെൻറ്റ് വരികയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ 11ഉം 2ഉം കമ്പയർ ചെയ്തു, അപ്പോൾ സ്മോളറാണ് എടുക്കേണ്ട. 11ഉം 9ഉം കമ്പയർ ചെയ്തു, അതും ചെറുതാണ്. 11ഉം 13ഉം കമ്പയർ ചെയ്തപ്പോൾ 13 എന്താണ്, ബിഗ്ഗറാണ്. ഉടനെ തന്നെ നമ്മൾ അതിനെ റൗണ്ട് ചെയ്തു. മനസ്സിലായി, നമ്മളെ കമ്പാരിസൺ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ പ്രോസസ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സ് നിർത്തുകയാണ്. തിരിച്ച് ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യുകയാണ്. സ്കാനിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ടു ഗെറ്റ് ദ എലമെൻറ്റ് ലെസ് ദാൻ പൈവോട്ട് എലമെൻറ്റ്. അടുത്ത നെക്സ്റ്റ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണോ സ്മോളർ എലമെൻറ്റ് ദെൻ പൈവോട്ട് എലമെൻറ്റ്. സ്മോളർ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ തന്നെ പൈവോട്ട് എലമെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. 3 എന്ന ലെസ് ദാൻ ആണ്. ഉടൻ തന്നെ അത് നമ്മൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3ഉം 13ഉം കൂടി നമ്മൾ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യാണ്, ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ 13ൻ്റെ പൊസിഷനിലേക്ക് 3 വരും, അതുപോലെ തന്നെ 3യുടെ പൊസിഷനിലേക്ക് 13ഉം വരും. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. 3ഉം വന്നു, 13ഉം വന്നു. പിന്നെ നമ്മൾ അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് again we are performing the same procedure what we are done in the previous സ്റ്റെപ്സുകളിൽ ചെയ്തിട്ടുള്ള അതേ ഇത് we are repeating here. നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. സ്കാനിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫ്രം എൽ പൊസിഷൻ. ഇവിടുന്ന് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ടു ഗെറ്റ് ദ എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ പൈവോട്ട് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് പൈവോട്ട് എലമെൻറ്റിനേക്കാൾ 11 ഗ്രേറ്റർ എലമെൻറ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ ഫുൾ എൻ്റയർ ലിസ്റ്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തത് 57 ഗ്രേറ്റർ ദാൻ ആണ് പൈവോട്ട് എലമെൻറ്റിനേക്കാളും. അതുകൊണ്ടാണ് ഇവിടെ റൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അടുത്തത് സ്കാൻ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കാനിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് പൊസിഷൻ ടു ഗെറ്റ് ദ എലമെൻറ്റ് ലെസ് ദാൻ പൈവോട്ട് എലമെൻറ്റ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഇവിടുന്ന് അടുത്ത 90, കാരണം ഇത് ഇവിടെയാണ് 6 കിടക്കുന്നത്. അപ്പോൾ അടുത്ത 90 ആണ്, ലെസ് ദാൻ അല്ല, 1 ആണ് അടുത്തത്, ലെസ് ദാൻ ആണ്. അത് സർക്കിൾ ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലത്തെ ഇത് രണ്ടിനും കൂടി സ്വാപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഇൻ്റർചേഞ്ച് 1 and 57. അപ്പോൾ ഇവിടെ ഈ 1ൻ്റെ പൊസിഷനിൽ 57 എത്തി, 57ൻ്റെ പൊസിഷനിൽ 1 എത്തി. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക ലെഫ്റ്റ് റൈറ്റ്. again we are performing the same procedure. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. വീണ്ടും ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ എലമെൻറ്റ് ആണ് വരുന്നെങ്കിൽ പൈവോട്ട് എലമെൻറ്റുകാളുടെ ഗ്രേറ്റർ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഉടൻ തന്നെ നമ്മൾ ഗ്രേറ്റർ വന്നാൽ ഉടനെ സർക്കിൾ ചെയ്യും, ഇല്ല എങ്കിൽ അടുത്ത എലമെൻറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ 25 ഗ്രേറ്റർ എലമെൻ്റ് ആണ്, ഉടൻ തന്നെ അത് സർക്കിൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇനി തിരിച്ച് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 57 ആണ് ഇവിടെ എന്നുള്ളത്. ഇവിടുന്ന് ചെയ്യുമ്പോൾ 17. അത് അടുത്ത് നമ്മൾ വി ആർ സ്കാനിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ടു ഗെറ്റ് ദ എലമെൻറ്റ് ലെസ് ദാൻ പൈവോട്ട് എലമെൻറ്റ്. പൈവോട്ട് എലമെൻറ്റ് ചെറുത് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ 17 നോക്കി. 17 നോക്കുമ്പോൾ പൈവോട്ട് എലമെൻറ്റ് ഗ്രേറ്റർ ആണ്, അപ്പോൾ നമ്മൾ എടുക്കില്ല. അടുത്തത് വരുന്നത് 25 ആണ്, അതും എടുക്കില്ല. പിന്നെ വരുന്നത് 1 ആണ്, 1 വന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അതിനെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ശരിക്കും ലെഫ്റ്റും റൈറ്റും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഇപ്പോൾ വരുന്നത് 25 ആണ്, റൈറ്റ് ഇവിടെ വരുന്നത് 1ന് താഴെയാണ്. അപ്പോൾ അതാ ഇവിടെ എൽ വരുന്നത്, ഇവിടെ റൈറ്റ് വരുന്നത്. നൗ ആർ ആൻഡ് എൽ ക്രോസ്ഡ് അല്ലെങ്കിൽ ആർ ക്രോസ്ഡ് എൽ. ആർ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലിനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർചേഞ്ച് പൈവോട്ട് എലമെൻറ്റ് ആൻഡ് 1. ഇവിടെ ഏതാണോ വരുന്നത്, ഇവിടെ ഇത് രണ്ടും ഇവിടെ വരുന്നുണ്ട്, ഇതാണ് എടുക്കുന്നത്. ഈ പൈവോട്ട് എലമെൻറ്റും അതുപോലെ തന്നെ 1ഉം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 11ഉം 1ഉം ആയിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. സ്വാപ്പ് പിന്നെ 1ഉം 11ഉം സ്വാപ്പ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ഇതാ ഈ 11ഉം 1ഉം കൂടിയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 11, ഇതാണ് എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് 11ൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാം 11നേക്കാൾ എല്ലാ എലമെൻസും പൈവോട്ട് എലമെൻറ്റിനേക്കാൾ ലെഫ്റ്റ് സൈഡിലെ എല്ലാ എലമെൻസും അതിനേക്കാൾ ചെറുതാണ്. 11നേക്കാൾ റൈറ്റ് സൈഡിലെ എല്ലാ എലമെൻസും അതിനേക്കാളും ഗ്രേറ്ററുമാണ്. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇനി ഈ സബ് അറേസിലും എടുക്കുകയാണ്. ഇവിടെ ഒരു ഒന്നാമത്തെ സബ് അറേയിൽ നമ്മളൊരു പൈവോട്ട് എലമെൻറ്റ് എടുത്തിട്ട് ഇനിയും ചെയ്യും. രണ്ടാമത്തെ സബ് അറേയിലും ഇതേപോലൊരു പൈവോട്ട് എലമെൻറ്റ് എടുത്തിട്ട് ചെയ്യും. അടുത്തത് സ്കാനിങ്, അതാണ് ലെറ്റ് പൈവോട്ട് എലമെൻറ്റ് ഈക്വൽ ടു 3. നമ്മൾ 3 എടുത്തു. അതുപോലെ തന്നെ ഇവിടെ 25 എടുത്തു. കാരണം ഇതിലൊരു സെൻറ്ററിൽ വരുന്ന എലമെൻറ്റ് എന്നുള്ള രീതിയിലാണ് വരും. 1 എടുക്കുമ്പോൾ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ടാണ് നമ്മളിവിടെ 3 എടുക്കാൻ കാരണം. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ 25 ഒരു മിഡിൽ വരുന്ന ഏകദേശം മിഡിൽ വരുന്ന എലമെൻ്റാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ 25 എടുത്തത്. അല്ലാതെ ഫസ്റ്റ് എലമെൻറ്റ് തന്നെ പൈവോട്ടായിട്ട് എടുക്കണം എന്നില്ല. ഇനി നമ്മൾ സ്കാനിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫ്രം എൽ പൊസിഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടു ഗെറ്റ് ദ എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ പൈവോട്ടൽ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഏതാണ് ഗ്രേറ്റർ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ സബ് അറയിലും ഇതാണ് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യും. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സബ് അറയിലും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് നമുക്കറിയാം നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് 3ആണ്. 1ഉം 3ഉം കമ്പയർ ചെയ്തു. അപ്പോൾ ഗ്രേറ്റർ അല്ല. 2ഉം 3ഉം കമ്പയർ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ ഗ്രേറ്റർ എലമെൻ്റാണ് എടുക്കേണ്ടത് കേട്ടോ. 2ഉം 3ഉം കമ്പയർ ചെയ്തു, അതും ഗ്രേറ്റർ അല്ല. 9ഉം 3ഉം കമ്പയർ 9 ഗ്രേറ്റർ ആണ്. അതാണ് ഇവിടെ സർക്കിൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ അതേപോലെ 25ഉം 17ഉം നോക്കി അല്ല 25ഉം 57ഉം നോക്കി അപ്പോൾ ഗ്രേറ്റർ ആണ്, അതും സർക്കിൾ ചെയ്തു. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യാണ് അടുത്തത്. ഉടൻ തന്നെ 3ഉം 9ഉം കമ്പയർ ചെയ്തു. അത് അവിടെ ലെസ് വാല്യൂ ആണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ലെസ്സർ ഏതാണ് സ്മോളർ അതാണ് നോക്കുക. അപ്പം 9 ഗ്രേറ്റർ ആണ്, അപ്പോൾ അത് ഇതാവില്ല. അടുത്തത് 2 സ്മോളറാണ്. ഉടൻ തന്നെ 2 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 13 ഒന്നാമത്തെ എലമെൻറ്റ് എടുത്താൽ തന്നെ സ്മോളറാണ്, സർക്കിൾ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇൻ്റർചേഞ്ച് അല്ല ചെയ്യുക. ഇവിടെ നിങ്ങൾക്കറിയാമോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 6 ക്രോസ് എൽ 6 എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലിനെ അല്ലെങ്കിൽ എല്ല് ക്രോസ്ഡ് 6 ആ എല്ല് 6നെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പൈവോട്ട് എലമെൻറ്റുമായിട്ടാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 6 ഇവിടെ വന്നു, എല്ല് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർചേഞ്ചാണ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ 13ഉം 57ഉം കൂടി സ്വാപ്പ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ പൈവോട്ട് എലമെൻറ്റും അതുപോലെ തന്നെ ആ ഡയറക്ഷനിൽ വരുന്ന ഏതാണോ സർക്കിൾ എലമെൻറ്റ് അതുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുക, ഇവിടെ ചെയ്യാൻ 3ഉം 9ഉമാണ്. കാരണം പൈവോട്ട് എലമെൻറ്റുമായിട്ട്, കാരണം 6ഉം എല്ലും ക്രോസ് ചെയ്തു, തെറ്റിക്കരുത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും അതാ are cross real interchange the pivot element and 9. In second sub array interchange 57 and 3. ഇപ്പോൾ ഇവിടെ നമ്മൾ അതാണ് സ്വാപ്പ് ചെയ്തു. ഇതിപ്പോൾ സോർട്ടിങ് ഓർഡറായി ഈ സബ് അറേ. അതാണ് ഡിവൈഡ് ആൻഡ് കോങ്കർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ 13ഉം 57ഉം കൂടി സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇനിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പൈവോട്ട് എലമെൻറ്റിനേക്കാൾ ഗ്രേറ്റർ എലമെൻറ്റ് കിട്ടി. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഇനി അടുത്ത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പം പൈവോട്ട് എലമെൻറ്റിനേക്കാൾ സ്മോളർ എലമെൻറ്റ് കിട്ടണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 13 വരും. 13 സ്മോളർ എലമെൻറ്റ് കിട്ടി. 13 രണ്ടും സർക്കിൾ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം ഇതാണ് എന്താണ് 6 വരുന്നത്, ഇത് എല്ലാണ്, എൽ ക്രോസ്ഡ് 6. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇവിടെ പൈവോട്ട് എലമെൻറ്റും ഇതുപോലെ തന്നെ ഈ 25ഉം 13ഉമായിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. അതേ ഡയറക്ഷനിൽ വരുന്നതാട്ടോ. ഇവിടെ 25 അതിന് നേരെ വരുന്ന അടുത്ത് ഇതാണ്, അതുകൊണ്ടാണ് ഇത് സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 90 അങ്ങനെ വരികയാണെങ്കിൽ, നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പ്രീവിയസിൽ ഇവിടെ 9ഉം 3ഉമാണ് വന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതേ തൊട്ടടുത്ത്, അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് സ്വാപ്പ് ചെയ്തത്. എവിടെയാണോ നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് വരും അതിൻ്റെ തൊട്ടടുത്ത് നേരെ വരുന്ന, അതിന് അടുത്തായിട്ട് വരുന്ന സർക്കിളായതുമായിട്ടാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകുന്നത് 25ഉം അതുപോലെ തന്നെ 13ഉമാണ്. അതാണ് അടുത്തത്. അത് കാരണം ക്രോസ് ചെയ്ത് കാണിച്ചതാണ്. അടുത്തത് 13 ഇങ്ങോട്ട് വന്ന് 25. അപ്പോൾ 25ൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനിലെത്തി. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ സബ് അറേയും സോർട്ടിംഗ് ഓർഡറിലാണ്. ഇതേ പ്രൊസീജിയർ ഈ സബ് അറേയിൽ നമ്മൾ നടത്തും. അങ്ങനെ ഇത് എൻ്റെ ലിസ്റ്റ് തന്നെ സോർട്ടിംഗ് ലാസ്റ്റിൽ സോർട്ടിംഗ് ഓർഡറായിരിക്കും. സത്യത്തിൽ ഇതിവിടെ നമ്മൾ നിർത്തും. ഇനി അടുത്തത് ഇതും വേണ്ട, ഇനി അടുത്ത് ഇത് മാത്രം നടത്തും. എന്നിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യും, എല്ലാ സബ് അറേസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ സോർട്ടർ ലിസ്റ്റ് എന്ത് ചെയ്യും കിട്ടും. അതാണ് നമ്മുടെ റിസൾട്ടായിട്ട് വരുന്നത്.
then again do the same procedure for last sub array. After combining all sorted arrays, all elements will be in the sorted order. എല്ലാ എലമെൻറ്റും സോർട്ടഡ് ഓർഡറിലായിട്ടുണ്ട്. ഇതാണ് ക്വിക്ക് സോർട്ട് അൽഗോരിതം. താങ്ക് യു വെരി മച്ച്.